ഹായ് ഗൈസ്, ഈ വീഡിയോ ചെയ്യാനുള്ള ഐഡിയ എനിക്ക് കിട്ടിയത് എങ്ങനെ അറിയോ? ഞാനും നമ്മളുടെ സ്റ്റുഡൻസ് ഒക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഓണം എക്സാമുമായി ബന്ധപ്പെട്ട് ഞാനൊരു പോൾ ഇട്ടു. നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഈ ചാപ്റ്ററാണ് മുൻപന്തിയിൽ വന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നത് അതറിയോ? നമ്മുടെ ചാപ്റ്റർ നമ്പർ 4 മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എന്തുകൊണ്ടായിരിക്കും ഈ ഒരു സെക്കൻഡ് ചാപ്റ്റർ കുട്ടികൾക്ക് ഇത്ര ഡിഫിക്കൽട്ടായിട്ട് തോന്നാനുള്ള കാരണം എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്തുണ്ട്, ഒരുപാട് ഇൻ്റഗ്രേഷനോ അല്ലെങ്കിൽ മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെഫിനീഷനോ തിയറി ഒക്കെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ആകെ കിളി പോകും. അപ്പോൾ മക്കളെ, നിങ്ങളോട് പറയാണ്, ഓണ പരീക്ഷയ്ക്ക് ഈ ഒരു വീഡിയോ മേ ബി ഒരു 12 to 15 മിനിറ്റുള്ളിൽ തീർക്കാനാണ് എൻ്റെ ഉദ്ദേശം. ഈ 12 to 15 മിനിറ്റിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഓണ പരീക്ഷയ്ക്ക് എന്തൊക്കെ വരുമോ അത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരും. അതെൻ്റെ വാക്കാണ് കേട്ടോ. മക്കളെ നോക്കിക്കോ, നിങ്ങൾ ആദ്യം തന്നെ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് എന്നുള്ളതിൻ്റെ ഡെഫിനീഷൻ ആണ്. ഡെഫിനീഷൻ മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കണം. അപ്പോൾ നിങ്ങൾ എഴുതുക, ഈ ഒരു ചാർജ് ആണെങ്കിൽ ഈ ചാർജിൻ്റെ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എങ്ങനെയാണ് കാണുന്നത് വെച്ചാൽ മറ്റൊരു ചാർജ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന് ആ പോയിന്റിൽ കൊണ്ടുവെക്കാൻ ആവശ്യമായ വർക്ക് ഡൺ. അപ്പോൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ എഴുതുക? വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. ഇത്രയേ ഉള്ളൂ. ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 അല്ലെ 2 മാർക്കിന്റെ ഡെഫിനേഷനായി. ആൻഡ് ഇതിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെ അറിയുക? വി എന്നാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത് കേട്ടോ. വി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് അതിനെ എങ്ങനെ എഴുതാന്ന് വെച്ചാൽ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് ചാർജ് എന്നല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? വർക്ക് ഡണ്ണിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? നമ്മൾ കൊണ്ടുവന്ന ചാർജിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ. ഇനി അതിന്റെ SI യൂണിറ്റ് ചോദിച്ചു. SI യൂണിറ്റ് എന്തായിരിക്കും? അതിന്റെ SI യൂണിറ്റിന്റെ പേര് വോൾട്ട് എന്നാണ് കേട്ടോ. വി എന്ന് തന്നെ അതിന്റെ സിമ്പിൾ. അപ്പോൾ വോൾട്ട് ആലോചിച്ചാൽ മതി. ഇനി അതിന്റെ കൂടെ തന്നെ ഇതിൻ്റെ ഒരു സിംഗിൾ പോയിന്റ് ചാർജിൻ്റെ എക്സ്പ്രഷൻ ചോദിച്ചു. ഇതല്ല, അതിൻ്റെ എക്സ്പ്രഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേഷൻ പറ്റി വെച്ച് നിങ്ങൾ പഠിക്കുക. ഇനി വേഴ്സ് കേസിൽ നിങ്ങൾ ഇത് പഠിക്കുക. V = K × Q. വേണേൽ സ്മോൾ ലെറ്റർ Q എന്ന് എഴുതാൻ നിങ്ങൾക്ക് /R ഉള്ളൂ. R² ഇല്ല കേട്ടോ. R² ഇല്ല. ഈ കേക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ 1/4πε0 എന്ന് എഴുതാം. ഈ കാണുന്ന കേക്ക് പകരം 1/4πε0 എഴുതാം. ഇനി ക്യാപിറ്റൽ Q, കാരണം നമ്മളിവിടെ വെച്ച ചാർജ് ക്യാപിറ്റൽ Q ആണ്. സ്മോൾ ലെറ്റർ Q ആണെങ്കിൽ നിങ്ങൾക്ക് സ്മോൾ ലെറ്റർ Q യൂസ് ചെയ്യാം. /R² ഇല്ല, R ഉള്ളൂ. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് പഠിച്ചെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾ പഠിക്കുന്നത് എന്താണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. ഇത് മസ്റ്റായിട്ട് പഠിക്കേണ്ട 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ മതി. നിങ്ങൾ ഒറ്റ ഇക്വേഷൻ ചെയ്താൽ മതി. E = -dV/dr എന്ന് നിങ്ങൾ എഴുതിയാൽ മതി. ഇത്രയേ ഉള്ളൂ. E = -dV/dr എന്ന് എഴുതിയാൽ മതി. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത് വാട്ട് ഈസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. എന്താണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്നുള്ള എന്താണ് ഡെഫിനേഷൻ എന്ന് ചോദിച്ചാൽ പേര് അതിൽ, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഇക്യു എന്ന് പറഞ്ഞാൽ എന്താടാ? ഒന്ന് ആലോചിക്കുക. സെയിം എന്നല്ലേ. ഇനി കൂട്ടി വായിച്ചേ, സെയിം പൊട്ടൻഷ്യൽ സർഫസ്. അപ്പോൾ ഒരു സർഫസ് ഉണ്ടെങ്കിൽ, ഇതുപോലൊരു സർഫസ് ഉണ്ടെങ്കിൽ ആ സർഫസിലെ എല്ലാ പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. എല്ലാ പോയിന്റിലെ പൊട്ടൻഷ്യലും സെയിം ആയിരിക്കും. അപ്പോൾ സർഫസ് ഓവർ വിച്ച് ദ പൊട്ടൻഷ്യൽ ഈസ് സെയിം. ക്ലിയർ അല്ലേ? എങ്കിൽ നിങ്ങൾ അടുത്തത് പഠിക്കേണ്ട എന്താ അറിയോ? ഇതാണ് പഠിക്കേണ്ടത്. ഡ്രോ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഫോർ എ പോയിന്റ് ചാർജ്. ഒരു സിംഗിൾ പോയിന്റ് ചാർജിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ചാർജിനെ സെൻറ്ററിൽ വെക്കുക. എന്നിട്ട് അയാളെ സെൻറ്റർ ആക്കിയിട്ട് ഞാൻ എത്ര സ്പിയേഴ്സ് ആണ്, സർക്കിൾ അല്ല, ഇത് 3D ആണ്. അതായത് ചാർജിനെ സെൻറ്ററിൽ വെച്ചുകൊണ്ട് ഞാൻ എത്ര സ്പിയേഴ്സ് വരച്ചാലും അവരൊക്കെ ഓരോരോ ഇക്വിപൊട്ടൻഷ്യൽ സർഫസാണ്. അപ്പോൾ സിംഗിൾ ചാർജിൻ്റെ അല്ലെങ്കിൽ പോയിന്റ് ചാർജിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്താണ്? ദേ ആർ സ്പെറിക്കൽ അല്ലെങ്കിൽ സ്പിയേഴ്സ് ആണ്. ക്ലിയർ ആക്കണം, മസ്റ്റായിട്ട് പഠിക്കുക. ചോദിക്കും. അടുത്ത ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഇൻ ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പോൾ നമ്മളൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എടുത്തു. ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ഒരു ചാർജിന് ഈ പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് മൂവ് ചെയ്യാൻ നമ്മൾ യാതൊരു വർക്കും ചെയ്യേണ്ടടാ. നമ്മൾ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. നോ വർക്ക് ഈസ് ടു ബി ഡൺ. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് = 0 എന്ന് എഴുതാം. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണോ? ചാർജിനെ മൂവ് ചെയ്യാൻ നമുക്ക് വർക്ക് വേണ്ട. എങ്കിൽ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ സ്റ്റേറ്റ് ഫോർ ഡൈപോൾ പ്ലേസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഒരു 2 കണ്ടീഷനാണ്. സ്റ്റേബിൾ കണ്ടീഷനും അല്ലെങ്കിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, 2 കണ്ടീഷൻസാണ്. സംഭവം എവിടുന്നാണ് വരുന്നത് ചോദിച്ചാൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് പൊട്ടൻഷ്യൽ
പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ ഡൈപോൾ എന്നുള്ള ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഇതിന്റെ ഡെറിവേഷൻ പറ്റിയാച്ചാൽ നിങ്ങൾ പഠിക്കുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷെ അറ്റ്ലീസ്റ്റ് ഈ ഇക്വേഷൻ പഠിക്കുക. U ഈസ് ഈക്വൽ ടു -PE cos തീറ്റ. അപ്പോൾ അത് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇവിടെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്താണെന്ന് വെച്ചാൽ തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രി വരുമ്പോൾ എന്തായിരിക്കും, ഇത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആയിരിക്കും. അപ്പോൾ യുവിൻ്റെ വാല്യൂ എന്താണ് വരിക, cos തീറ്റ cos 0. cos 0ന്റെ വാല്യൂ എന്താ 1, cos 0ന്റെ വാല്യൂ 1 വരും. അപ്പോൾ U ഈസ് ഈക്വൽ ടു -PE എന്ന് വരും ആ കേസിൽ പൊട്ടൻഷ്യൽ എനർജി. ഇനി അൺസ്റ്റേബിൾ എന്ന് പറയുമ്പോൾ എപ്പോഴാണ് കേസ്, ഇവിടെ തീറ്റയുടെ വാല്യൂ ഇല്ലേ, ഈ തീറ്റയുടെ വാല്യൂ സ്റ്റേബിളിൽ 0 ഡിഗ്രി ആണെങ്കിൽ ഒരു 180 കൂട്ടിക്ക്, അപ്പോൾ എത്ര ആയിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും അൺസ്റ്റേബിൾ. ആ സമയത്ത് പൊട്ടൻഷ്യൽ എനർജി എത്ര ആയിരിക്കും അറിയോ, PE cos 180. cos 180 എന്ന് പറഞ്ഞാൽ -1, ആ മൈനസും ഈ മൈനസും കൂടി പ്ലസ് ആവും. അപ്പോൾ U ഈസ് ഈക്വൽ ടു PE എന്നാണ് വരിക. ഇത് പഠിക്കുക കേട്ടോ, ഈ കണ്ടീഷൻ നിങ്ങൾ പഠിക്കുക. അടുത്ത് നിങ്ങൾ പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. പോളാർ മോളിക്യൂൾസ് അല്ലെങ്കിൽ നോൺ പോളാർ, ക്വസ്റ്റ്യൻ നോൺ പോളാർ ആണ്, പോളാറിന്റെ കേസിലും സെയിം ആൻസർ എഴുതാം. നോൺ പോളാർ ആയിട്ടുള്ള മോളിക്യൂൾ, ഫോർ എക്സാമ്പിൾ H2 പോലുള്ള മോളിക്യൂൾ, ഇവരുടെ കേസിൽ എന്തായിരിക്കും, ഇവിടുത്തെ പോസിറ്റീവും നെഗറ്റീവ് എന്താണ്, ഇത് രണ്ടും ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി തമ്മിൽ കോയിൻസൈഡ് ചെയ്യും. അപ്പോൾ ഇതെന്തല്ല, ഇത് പോളറൈസ്ഡ് അല്ല, ഇതെന്തല്ല ഒരു ഡൈപോൾ അല്ല. അപ്പോൾ ഇവർ രണ്ടുപേരും പോസിറ്റീവ് നെഗറ്റീവ് ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് H2 അല്ലെങ്കിൽ N2 അല്ലെങ്കിൽ അതേപോലെ O2 പോലുള്ള ഒന്നും എന്തല്ല, നോൺ പോളാർ, പോളാർ അല്ല. പോളാർ എന്ന് പറഞ്ഞാൽ HCl പോലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതേപോലെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നമ്മളോട് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കാം. ഇനി ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഒരുമിച്ചല്ല നിൽക്കുന്നത്, എന്നാൽ ഇയാൾ ഇലക്ട്രിക് ഫീൽഡ് വെക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, പോസിറ്റീവിൽ നിന്ന് എവിടേക്കാണ് പോവുക, നെഗറ്റീവിലോട്ട്. അപ്പോൾ ഇതിലെ പോസിറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഇതിൻ്റെ അകത്തുള്ള നെഗറ്റീവിന് എന്ത് ചെയ്യും, ഇങ്ങോട്ട് ക്ഷണിക്കും. അപ്പോൾ ഈ മോളിക്യൂളിൻ്റെ നെഗറ്റീവ് ചാർജസ് എന്ത് ചെയ്യും, ഈ എൻഡിൽ ഒന്ന് അക്യൂർ ആകും. അപ്പോൾ ഈ സൈഡിൽ ഒരു നെഗറ്റീവ് ചാർജ് വരുന്ന പോലെ ആവും അല്ലേ. സിമിലർലി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്താവും, പോസിറ്റീവ് ചാർജ് അക്യൂർ ആകും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നോൺ പോളാറായുള്ള ആളിപ്പോൾ എന്തായി, നോൺ പോളാറുള്ള ആളിപ്പോൾ എന്തായി, പോളാറായി മാറി. ഇവർ പോളാറായി മാറി അല്ലേ. ഇവർ നോൺ പോളാർ ആയിരുന്നു, ഇവരെ ഇലക്ട്രിക് ഫീൽഡ് വെച്ചപ്പോൾ എന്ത് ചെയ്തു, ഒരു സൈഡിൽ നെഗറ്റീവ് മറ്റേ സൈഡിൽ പോസിറ്റീവായി. അപ്പോൾ ഇവർ പോളാർ പോലെ ബിഹേവ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഡൈപോൾ പോലെ ബിഹേവ് ചെയ്യും. അപ്പോൾ ഇതിനാണ് പോളറൈസേഷൻ എന്ന് പറയാം കേട്ടോ, പോളറൈസേഷൻ എന്ന് പറയാം. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഹാപ്പൻസ് വെൻ എ ഡൈ ഇലക്ട്രിക്. എന്താണ് ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ? ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇവർ ഇൻസുലേറ്റേഴ്സ് ആണ് കേട്ടോ. ഇവരെന്താണ്, ഇൻസുലേറ്റേഴ്സ് ആണ്. പക്ഷേ ഇവർക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിക് ഫീൽഡിനെ അലോ ചെയ്യാൻ പറ്റും. ഇലക്ട്രിക് ഫീൽഡിനെ അകത്തൂടെ കടത്തി വിടാൻ പറ്റുന്ന ഇൻസുലേറ്റേഴ്സ് ആണ് ഡൈ ഇലക്ട്രിക്സ്. എക്സാമ്പിൾ ആർക്കെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റും, ഇത്ര പേരെ കണ്ടുവരുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. മൈക്ക അല്ലെങ്കിൽ പിന്നെ ഏതാണ് നമ്മളുടെ മൈക്ക, പിന്നെ ഏതാണ് പ്ലാസ്റ്റിക്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ എന്താ ഡൈ ഇലക്ട്രിക് ആണ് കേട്ടോ. ഇനി ഇവരെ ഒരു ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഇതൊരു ഡൈ ഇലക്ട്രിക് മെറ്റീരിയലാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അതിൻ്റെ അകത്തൂടെ പാസ് ചെയ്യും. ശരി, അപ്പോൾ ഇതിൻ്റെ അകത്ത് പോളറൈസേഷൻ, നേരത്തെ പറഞ്ഞ പോളറൈസേഷൻ സംഭവിക്കും. അപ്പോൾ ഈ എൻഡിൽ എന്ത് ചെയ്യും, ഈ എൻഡിൽ നെഗറ്റീവ് ചാർജ് അക്യൂർ ചെയ്യും, ഈ എൻഡിൽ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും, അക്യൂർ ചെയ്യും. അപ്പോൾ സ്വാഭാവികം നിങ്ങൾ ആലോചിച്ചേ, ഈ സൈഡിൽ പോസിറ്റീവ് ചാർജ്, ഈ സൈഡിൽ നെഗറ്റീവ് ചാർജ്. അപ്പോൾ എന്ത് സംഭവിക്കും, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് എന്തുണ്ടാവും, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇതിൻ്റെ അകത്തുണ്ടാവും, ഇൻസൈഡ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും അല്ലേ. ഇനി ഇവിടെ ഓൾറെഡി ഒരു ഇലക്ട്രിക് ഫീൽഡ് ഓൾറെഡി അങ്ങോട്ടുണ്ട് അല്ലേ. പക്ഷേ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അങ്ങോട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിനെ ഇങ്ങോട്ടുള്ള ഇലക്ട്രിക് ഫീൽഡും ഈക്വൽ അല്ല, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. എങ്ങനെ അങ്ങോട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് അത്ര ഇതിൻ്റെ അകത്തുണ്ടാവുന്നില്ല. അപ്പോൾ ഇത് രണ്ട് ക്യാൻസൽ ആവുമോ, ഇല്ല. അതായത് അവിടെ ഓൾറെഡി ഉള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഇൻസൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഓവറോൾ ആയുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും, കുറയ്ക്കും. ഓവറോൾ ഇലക്ട്രിക് ഫീൽഡ് കുറയ്ക്കും എന്ന് വേണേൽ നമുക്ക് പറയാം. പക്ഷേ രണ്ട് ഈക്വൽ ആവുമോ, രണ്ടും ഒരിക്കലും ഈക്വൽ ആവില്ല കേട്ടോ. ഡൈഇലക്ട്രിക്കിന്റെ കേസിൽ ഒരിക്കലും ഇവർ രണ്ടുപേരും എന്താവില്ല, ഈക്വൽ ആവില്ല. ഏതായിരിക്കും കുറവ്, ഇൻസൈഡിലെ ഇലക്ട്രിക് ഫീൽഡ് കുറവായിരിക്കും. ആൻഡ് അടുത്തത്, എന്താണ് കപ്പാസിറ്റർ യൂസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒറ്റ വാക്കിൽ ഉത്തരിക്കണം, ടു സ്റ്റോർ. എന്തിനാ സ്റ്റോർ ചെയ്യുക, ആരാ സ്റ്റോർ ചെയ്യുക, ടു സ്റ്റോർ ചാർജസ്. ഇലക്ട്രിക് ചാർജസിനെ സ്റ്റോർ ചെയ്യാൻ ബാറ്ററി പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആളാണ് ആര്, ഈ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ കേട്ടോ. ആൻഡ് അടുത്തത്, എന്താണ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ ചോദ്യം ഉണ്ടാവും. കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. എന്ത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, നോക്കിക്കോ, അതൊരു റേഷ്യോ ആണ്. ആരൊക്കെ തമ്മിലുള്ള അറിയോ, അതായത് നിങ്ങൾ ആദ്യം പഠിക്കേണ്ട റിലേഷൻഷിപ്പ് Q പ്രൊപ്പോർഷണൽ ടു V എന്നാണ്. അതായത് ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ കപ്പാസിറ്ററിന് നമ്മൾ
കൊടുത്ത ചാർജ് ഇല്ലേ, ആ കൊടുത്ത ചാർജും അവിടെ ഉണ്ടായ പൊട്ടൻഷ്യലിലെ ഇൻക്രീസും ഇത് രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷനല്ല. അല്ലെങ്കിൽ ക്യൂ പ്രൊപ്പോർഷണൽ ടു വി എന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ വേർഡ്സിലോട്ട് മാറ്റാം. അതായത് നമ്മൾ കൊടുത്ത ചാർജും അവിടെ ഇൻക്രീസ് ചെയ്ത പൊട്ടൻഷ്യലും ഡയറക്ട്ലി പ്രൊപ്പോർഷനല്ല. അപ്പോൾ നമ്മളൊരു കോൺസ്റ്റന്റിനെ യൂസ് ചെയ്യും. എന്താ, സി ക്യൂ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു വി എന്ന് എഴുതും. അപ്പോൾ ആ കാണുന്ന സിയുടെ ഇക്വേഷൻ എന്തായിരിക്കും, ക്യൂ ഡിവൈഡഡ് ബൈ വി എന്നായിരിക്കും. അപ്പോൾ ഇനി കപ്പാസിറ്റൻസിൻ്റെ ഡെഫിനിഷൻ നമുക്ക് പറയാം. ഇറ്റ് ഈസ് എ റേഷ്യോ ആരൊക്കെ തമ്മിൽ, നമ്മൾ കൊടുത്ത ചാർജ് അല്ലേ ഡിവൈഡഡ് ബൈ അവിടെ ഇൻക്രീസ് ചെയ്ത പൊട്ടൻഷ്യൽ. ആൻഡ് ഒരു ചോദ്യം കൂടെ അതിൻ്റെ കൂടെ ഉണ്ട്. അതിൻ്റെ SI യൂണിറ്റ് എന്താണ്, ഫാരഡ് എന്നാണ് കേട്ടോ. ഫാരഡ്, എഫ് എന്നാണ് അതിൻ്റെ സിമ്പിൾ. പഠിച്ചല്ലോ. എങ്കിൽ അടുത്തത് വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് കപ്പാസിറ്റർ. കഴിഞ്ഞ വർഷത്തെ PYQ ആണ്, പബ്ലിക്കിൻ്റെ ചോദ്യമാണ്. ഒരു കണ്ടക്ടറിനെ നമുക്ക്, ഒരു കപ്പാസിറ്ററിൻ്റെ കേസിൽ എന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾ, വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ചാർജ്ഡ് ആയിട്ടുള്ള, ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ എടുത്തു കേട്ടോ. പോസിറ്റീവ് ചാർജ്ഡ് ഒരു കണ്ടക്ടർ എടുത്തു. ഇയാളെ അടുത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു ഗ്രൗണ്ട്, അതായത് എർത്തുമായി കണക്ട് ചെയ്ത മറ്റൊരു പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അയാൾക്ക് അവിടെ സ്വാഭാവികമായിട്ടൊരു നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും, ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അതെങ്ങനെയെന്ന് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു പോസിറ്റീവ് ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ അടുത്ത് മറ്റൊരു കണ്ടക്ടർ വെച്ചു എന്നിട്ട് എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും, കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യുമെന്ന് എഴുതിയാൽ മതി കേട്ടോ. ടോട്ടൽ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഇനി അത് വേർഡ്സിലോട്ട് മാറ്റിക്കേ. ദ കപ്പാസിറ്റി ഓഫ് കണ്ടക്ടർ ക്യാൻ ബി ഇൻക്രീസ് by placing another earth connected, അതായത് earthed കണ്ടക്ടർ നിയർ ഇറ്റ് എന്ന് എഴുതിയാൽ മതി. ഈ ഫിഗറും കൂടി എഴുതി വെച്ചാൽ പെർഫെക്റ്റ് ആയി. സെറ്റ് അല്ലേ? ഹാപ്പി ആണെങ്കിൽ ഒന്ന് ഹാപ്പി എന്ന് കമന്റ് ചെയ്യണം ഈ മൊമെന്റിൽ ഉണ്ടെങ്കിൽ. എങ്കിൽ അടുത്ത ചോദ്യം, ഹൗ ക്യാൻ വി ഇൻക്രീസ് ദ കപ്പാസിറ്റൻസ്. ഇതൊരു പക്കാ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ കേസിൽ എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അയാളുടെ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യാന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു പാരലൽ പ്ലേറ്റ് കണ്ടക്ടർ എടുത്തു. ഇത് പോസിറ്റീവ് പ്ലേറ്റ്, ഇത് നെഗറ്റീവ് പ്ലേറ്റ്. ഇയാളെ എർത്ത് ചെയ്താൽ നന്ന്. ഇയാളെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇയാളുടെ ഇടയിൽ ഒരു ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ അല്ലെങ്കിൽ മീഡിയം ഫില്ല് ചെയ്തു നമ്മൾ അസ്യൂം ചെയ്യാം. അപ്പം നമ്മൾ എഴുതാം, നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്താ അറിയോ, C ഈസ് ഈക്വൽ ടു K ഇൻറ്റു അബ്സലോൺ 0 A ഡിവൈഡഡ് ബൈ D എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, നമുക്ക് കപ്പാസിറ്റൻസ് കൂട്ടണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഒന്നെങ്കിൽ ഏരിയ കൂട്ടണ്ടേ അല്ലേ, ഡയറക്ട്ലി പ്രൊപ്പോർഷൻ അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം ബൈ ഇൻക്രീസിങ് ദ ഏരിയ ഓഫ് പ്ലേറ്റ്. ഈ പ്ലേറ്റിൻ്റെ ഏരിയ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കപ്പാസിറ്റൻസ് കൂട്ടാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ, ഈ കാണുന്ന D എന്ത് ചെയ്യുക, കുറയ്ക്കുക അല്ലേ. D കുറഞ്ഞാൽ C കൂടിയില്ലേ. അപ്പോൾ നമുക്ക് പറയാം ബൈ ഡിക്രീസിങ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്. ഈ പ്ലേറ്റുകൾക്കിടയിലുള്ള ഈ ദൂരം കുറയ്ക്കാമെന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. മറ്റൊന്ന്, അടുത്ത ഓപ്ഷനാണ്, നമ്മൾ ഇടയ്ക്ക് ഡൈഇലക്ട്രിക് മെറ്റീരിയൽ വെച്ചില്ലേ, അത് വെച്ചാലും സ്വാഭാവികമായിട്ടും ഈ Kൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടും C കൂടും. അപ്പോൾ ബൈ ഇൻട്രൊഡ്യൂസിങ് എ ഡൈഇലക്ട്രിക് മീഡിയം ബിറ്റ്വീൻ ദ പ്ലേറ്റ്. ഈ 3 പോയിന്റ് മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കണം. ഇത് തിരിച്ചു മറിച്ചൊക്കെ നിങ്ങൾ ടീച്ചർ ചോദിക്കും, ഒരു കാരണവശാലും തെറ്റിക്കരുത്, ഇവിടുന്ന് പ്രോബ്ലംസ് പോലും വരുന്നതാണ് കേട്ടോ. അടുത്തത് ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. ഷുവർ, ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഇത് ചോദിച്ചില്ലെങ്കിൽ ഞാൻ മീശ പഠിക്കും കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സീരീസും പാരലലും ആയിട്ടുള്ള അതിൻ്റെ കോമ്പിനേഷൻ്റെ ഡെറിവേഷൻ ചോദിക്കും. എന്ത്, C1 C2 C3 എന്ന് പറഞ്ഞാൽ 3 കപ്പാസിറ്റേഴ്സ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഫിഗർ വരയ്ക്കുക. സീരീസ് ആകുമ്പോൾ C1 C2 C3. നിങ്ങളൊരു വാക്ക് എഴുതാൻ മറന്നു വരുത്. സീരീസ് ആണെങ്കിൽ ആരാണ് സെയിം, ആരാണ് ഡിഫറെൻ്റ് എന്നാണ്. അതായത് സീരീസ് ആകുമ്പോൾ ഞാൻ ഇവിടെ കൊടുത്ത ചാർജ് ഇല്ലേ, ആ Q തന്നെ ആയിരിക്കും ഇവർക്ക് എല്ലാവർക്കും കിട്ടുക. അപ്പോൾ Q സെയിം ആണ് കേട്ടോ. അതായത് ചാർജ് എന്താണ്, എല്ലാവർക്കും സെയിമാണ്. എന്താ ഡിഫറെൻറ്റ്, ഞാൻ ഇവിടെ കൊടുത്ത പൊട്ടൻഷ്യൽ V അല്ല ഇവിടെ ഉണ്ടാവുക. ഇവിടെ V1 ആയിരിക്കും, ഇവിടെ V2 ആയിരിക്കും, ഇവിടെ V3 ആയിരിക്കും. അപ്പോൾ എന്താ ഡിഫറെൻറ്റ്, V ഡിഫറെൻ്റ് ആണെന്ന് എഴുതി വെക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നേരെ പാരലൽ കേസ് നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം. പാരലൽ കേസ് നേരെ തിരിച്ച് ചെയ്താൽ, നമ്മളിവിടെ കൊടുത്ത Q ഇല്ലേ, അത് ഡിഫറെൻറ്റാണ്. ഇവിടെ Q3 ആയിരിക്കും, ഇവിടെ Q2 ആയിരിക്കും, ഇവിടെ Q1 ആയിരിക്കും. പക്ഷെ ഇവിടെ കൊടുത്ത V ഇല്ലേ, അത് ഇവിടെ ഒക്കെ V എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ എഴുതാ സെയിം V, അതായത് സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ആൻഡ് ഡിഫറെൻറ്റ് ചാർജ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവ രണ്ടായി. ഇനി ഇക്വേഷൻസ് അല്ലേ, അതിലേക്ക് എങ്ങനെ എത്താം, അതിലേക്കും വകുപ്പുണ്ട്. നോക്കിക്കോ, എന്താണ് ഡിഫറെൻറ്റ്, V ആണ് ഡിഫറെൻറ്റ്. അപ്പോൾ നിങ്ങൾ എഴുതാം V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. ഇനി അവിടെ നോക്ക്, എന്താ ഡിഫറെൻറ്റ്, ചാർജ് ആണ് ഡിഫറെൻറ്റ്. അപ്പോൾ നിങ്ങൾ ഇവിടെ എഴുതാം Q ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3 എന്ന് എഴുതാം. ഇത് രണ്ടും എഴുതി കഴിയും കേട്ടോ. ഇനി നമുക്കറിയുന്ന ഇക്വേഷൻ എന്താ, നമുക്കറിയാം
Q ഈസ് ഈക്വൽ ടു C ഇൻറ്റു V അല്ലേ, ഇതല്ലേ റിലേഷൻഷിപ്പ്. ആൻഡ് അതിൽ നിന്ന് V ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം, Q ബൈ C എന്ന് എഴുതാം. എങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. ഇവിടുത്തെ വിക്ക് പകരം എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, Q ഡിവൈഡഡ് ബൈ C എഫക്റ്റീവ്നെസ് എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു V1 പകരം ആരെ എഴുതുക, Q ഡിവൈഡഡ് ബൈ C1, Q1 ഇല്ല കേട്ടോ, ആൻഡ് Q ഡിവൈഡഡ് ബൈ C2 പ്ലസ് Q ഡിവൈഡഡ് ബൈ C3. ആര് ക്യാൻസൽ ആവും, Q ക്യാൻസൽ ചെയ്താൽ 1 ബൈ C എഫക്റ്റീവ്നെസ് ഈസ് ഈക്വൽ ടു 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3. കിട്ടിയല്ലോ. ഇനി അത് നിങ്ങൾ ബാക്കി കണ്ടിന്യൂ ചെയ്യില്ലേ, എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാലോ. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്, എന്നിട്ട് കിട്ടിയെങ്കിൽ ഒരു ഗ്രീൻ ടിക്കറ്റിനെ, കിട്ടിയെങ്കിൽ ഒരു ഗ്രീൻ ടിക്കറ്റിനെ മസ്റ്റായിട്ട് പഠിക്കാൻ, ഇല്ലെങ്കിൽ ഞാൻ മീശ പഠിക്കുന്ന പറഞ്ഞ കേട്ടോ, ഉറപ്പാണ്. ആൻഡ് ലാസ്റ്റ് ഒരു ചോദ്യമാണ്, നോക്കിക്കോ. റൈറ്റ് ഇക്വേഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ, ഇതിൻ്റെ ഡെറിവേഷൻ ഡിലീറ്റഡ് ആണ്. നിങ്ങൾ ഇക്വേഷൻസ് പഠിക്കുക. U ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V, അല്ലെങ്കിൽ U ഈസ് ഈക്വൽ ടു ഹാഫ് Q ഇൻറ്റു V, U ഈസ് ഈക്വൽ ടു ഹാഫ് CV സ്ക്വയർ, U ഈസ് ഈക്വൽ ടു ഹാഫ് Q സ്ക്വയർ ഡിവൈഡഡ് ബൈ C. ഈ ഇക്വേഷൻസ് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാം കേട്ടോ. ഇത് ഞാൻ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആ ക്വസ്റ്റ്യൻ ഞാനിവിടെ ഇതിൽ സ്കിപ്പ് അടിച്ചു പോയി. നമ്മളുടെ പാരലൽ പ്ലേറ്റിൻ്റെ ഡെറിവേഷൻ ഞാൻ പറയാതെ വിട്ടുപോയി കേട്ടോ. പാരലൽ പ്ലേറ്റിൻ്റെ ഡെറിവേഷൻ മസ്റ്റാണ്. അപ്പോൾ പാരലൽ പ്ലേറ്റുമായി ബന്ധപ്പെട്ട ഡെറിവേഷനും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു പാരലൽ പ്ലേറ്റ് എടുക്കുക. ഒരു പാരലൽ പ്ലേറ്റ് എടുക്കുക. പാരലൽ പ്ലേറ്റ് എടുത്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇതാണ് പോസിറ്റീവ് പ്ലേറ്റ്, ഇതാണ് നെഗറ്റീവ് പ്ലേറ്റ്. എവിടുന്ന് അങ്ങോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ്, ഇവിടുന്ന് അങ്ങോട്ട്. അവിടെ തന്നെ നിങ്ങൾ എഴുതി വെക്കുക, അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഈക്വൽ ടു എന്തായിരിക്കും അറിയോ, സിഗ്മ ബൈ എപ്സിലോൺ 0. നിങ്ങൾ അവിടെ തന്നെ എഴുതി വെക്കുക, എങ്കിൽ പരിപാടി കഴിഞ്ഞു. ഇനി ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് D ആണെന്ന് എഴുതി വെക്കുക. ഇയാളുടെ ഏരിയ A, ഇയാളുടെ ഏരിയ A. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ്, നമുക്ക് ഇവരുടെ കപ്പാസിറ്റൻസാണ് വേണ്ടി അല്ലേ. കപ്പാസിറ്റൻസ് C ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ V എന്ന് എഴുതാം. ഇവിടെ നിങ്ങൾ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കണം. ഒന്നാമത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ, Qക്ക് പകരം നിങ്ങൾ എന്ത് കൊടുക്കണം, Q ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു A എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. സിഗ്മ ഇൻറ്റു A എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. പോരാത്തതിന് ഈ കാണുന്ന V ഇല്ലേ, ഈ കാണുന്ന Vക്ക് E ഇൻറ്റു D എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ എങ്കിൽ C ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു A ഡിവൈഡഡ് ബൈ E ഇൻറ്റു D എന്നാവും അല്ലേ. ഇനി ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടി, ഈ കാണുന്ന Eക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേ, അപ്പോൾ എന്താവും, സിഗ്മ ഇൻറ്റു A ഡിവൈഡഡ് ബൈ Eക്ക് പകരം സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു D എന്ന് വരും. ഈ എപ്സിലോൺ ക്യാൻസൽ ആയാൽ C ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 A ഡിവൈഡഡ് ബൈ D എന്ന് വരും. ഈ ഇക്വേഷൻ മസ്റ്റായിട്ട് പഠിക്കുക. ദാറ്റ്സ് ഇറ്റ്. പൂർണ്ണമായി കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. ബൈ.